നമസ്തേ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഫോക്കസ് മെഡിറ്റേഷനെ കുറിച്ചാണ്. ഇത് വളരെ സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്, ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ്. ഇതിന്റെ ഏറ്റവും വലിയ ബെനഫിറ്റ് എന്ന് പറയുന്നത് ഇത് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അറ്റൻഷൻ സ്പാൻ ഇംപ്രൂവ് ചെയ്യാനും നമ്മൾ ഒരു കാര്യത്തെ പെർസീവ് ചെയ്യുന്നതിന്റെ ക്ലാരിറ്റിയെ ഇംപ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ മെമ്മറിയെ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു. ഈ ഒരു ഫോക്കസ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഓരോ സ്റ്റെപ്പുകളായിട്ട് ഞാൻ പറയാം. ആദ്യമായിട്ട് എല്ലാ മെഡിറ്റേഷനിലെയും പോലെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ഇതിനാവശ്യമാണ്. ഇത് നിങ്ങൾക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാം, കിടന്നുകൊണ്ട് ചെയ്യാം, നിന്നുകൊണ്ടും ചെയ്യാം, വേണമെങ്കിൽ നടന്നുകൊണ്ടും ചെയ്യാം. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സ്പൈൻ നിവർന്നിരിക്കണം, നിങ്ങൾ കംഫർട്ടബിൾ ആൻഡ് റിലാക്സ് ആയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഒരു രീതിയിലുള്ള മെഡിറ്റേഷനും സ്ട്രെസ്ഡ് ആയിട്ട് ചെയ്യേണ്ടതല്ല, ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യേണ്ടതല്ല. നിങ്ങളുടെ താല്പര്യത്തോടെ റിലാക്സ്ഡ് ആയിട്ട് മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതിന് നമുക്ക് ചെയ്യാനുള്ള സ്ഥലം നമ്മൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഒരു റിക്വയർമെന്റ് ഉണ്ട്. ആ റിക്വയർമെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഒബ്ജക്റ്റ് ആവശ്യമാണ്. കാരണം നമ്മൾ ഫോക്കസ് മെഡിറ്റേഷൻ ആണ് ചെയ്യുന്നത്. വി ആർ ഫോക്കസിങ് ടു സംതിങ് എൽസ്, മറ്റെന്തെങ്കിലും ഒന്നിലേക്ക് നമ്മളുടെ ഫോക്കസിനെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രകൃതിയിലുള്ള നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ഒരു വസ്തുവായിരിക്കാം. ഉദാഹരണത്തിന് ഒരു പുഷ്പമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആകാശത്തിൽ നോക്കുന്ന സമയത്ത് കാണുന്ന ചന്ദ്രനായിരിക്കാം, ഏതെങ്കിലും ഒരു നക്ഷത്രമായിരിക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ആമ്പൽക്കുളത്തിലെ ഒരു വിരിഞ്ഞു നിൽക്കുന്ന ആമ്പലോ അല്ലെങ്കിൽ ഒരു താമരയോ ആയിരിക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ മെഴുകുതിരി നാളം അല്ലെങ്കിൽ ഒരു ദീപനാളമായിരിക്കാം. അങ്ങനെ എന്തുമാകാം. ഇപ്പൊ നമുക്ക് സ്പേസ് റെഡിയായി, ഒബ്ജക്റ്റ് റെഡിയായി. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് സീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഏത് പൊസിഷനും സ്വീകരിക്കാം, കിടന്നോ ഇരുന്നോ നിന്നോ നടന്നോ ഒക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ഒരു പുഷ്പത്തിലേക്ക് നോക്കിയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു പൊസിഷൻ സ്വീകരിക്കുക. സ്പൈൻ നിവർന്നിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏത് തരത്തിലുള്ള മെഡിറ്റേഷൻ ആണെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ടോ അല്ല ചെയ്യേണ്ടത്, കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. കാരണം നമ്മളൊന്ന് എർത്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മളൊന്ന് അവെയർ ആകാനായിട്ട് പോവുകയാണ്. നമ്മുടെ സെൻസസിലേക്ക്, നമ്മളിലേക്കും ഈ ഒബ്ജക്റ്റിലേക്കും മാത്രം നമ്മൾ ഫോക്കസ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മളൊരു സാധാരണ ഒരു ഡീപ് ബ്രീത്ത് എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ റിലാക്സ്ഡ് ആയി നമ്മൾ ഈ ഒബ്ജക്റ്റ് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒബ്ജക്റ്റ് അതിലേക്ക് നോക്കുകയാണ്, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ സെൻസസിനെ അർപ്പിക്കുകയാണ്. ഇത് ചിലപ്പോൾ ഒരു സംഗീതത്തിനെ പോലും ഈ രീതിയിൽ നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ഒബ്ജക്റ്റ് എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു തോട്ടും ആക്കാം, അല്ലെങ്കിൽ അതൊരു ആർട്ട് വർക്ക് ആക്കാം. ഒരു ചിത്രം, മനോഹരമായിട്ടുള്ള ഒരു പെയിന്റിങ്, അല്ലെങ്കിൽ ഒരു പ്രകൃതി ദൃശ്യത്തിന്റെ ഒരു ചിത്രം, ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്ത് തന്നെയായാലും ഈ ബ്രീത്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. അപ്പോ ഒരു പൂവാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിന്റെ ഓരോ ഇതളുകള്, അതിന്റെ നടുഭാഗത്തുള്ള അതിന്റെ പൂമ്പൊടി, അതിന്റെ തണ്ട്, ഒരു ചെടിയിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ ഇലകള്, ഇനി ആകാശത്തിലെ ചന്ദ്രനെ നോക്കിയാണ് നിങ്ങൾ ഈ ഒരു ഫോക്കസ് മെഡിറ്റേഷൻ ചെയ്യുന്നതെങ്കിൽ ആ ചന്ദ്രന്റെ ആ ഒരു പ്രഭ, അതിന്റെ നിറം, അതിലെ കലകൾ, അങ്ങനെ ഈ ഒബ്ജക്റ്റ് എന്തൊക്കെയാണോ നൽകുന്നത് അതിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവെയർ ആയിട്ട് നമ്മൾ ക്ലാരിറ്റിയോടുകൂടി, നമ്മൾ സാധാരണ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ ചുറ്റിനും ഉള്ളതാണ്, കടന്നു പോകുന്നതാണ് ഇതിന്റെയൊക്കെ മുന്നിൽ കൂടെ. പക്ഷെ നമ്മൾ മെഡിറ്റേഷനിലേക്ക് വരുമ്പം നമ്മൾ അവെയർ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ വസ്തുവിലേക്ക് അവെയർ ആയിട്ട് നമ്മൾ നമ്മുടെ പെർസെപ്ഷനെ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആൾട്ടേർഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ പെർസീവ് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ പരാമർശിച്ചു. ഒന്നാമതായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ക്ലാരിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മെമ്മറി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അറ്റൻഷൻ സ്പാൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി, ഞാൻ പറഞ്ഞു തോട്ട്, ഏതെങ്കിലും ഒരു ചിന്തയുടെ മുകളിലും നമ്മൾ ഈ ഫോക്കസ് മെഡിറ്റേഷൻ നടത്താനായിട്ട് സാധ്യമാണ് എന്ന് മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ ഈ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ ഒരു കണ്ടന്റ് ആണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ ഇങ്ങനെ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അത് നിങ്ങളുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് പോവുകയും നിങ്ങൾ ഒരിക്കലും മറന്നു പോകാതെ ഡീപ്പായിട്ട് ക്ലാരിറ്റിയോട് കൂടി ആ കാര്യം മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് 5 മിനിറ്റോ 10 മിനിറ്റോ 20 മിനിറ്റോ അരമണിക്കൂറോ എങ്ങനെയാണോ നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ സമയം, സൗകര്യമൊക്കെ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനെ ഫോക്കസ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് സമയത്തെക്കുറിച്ചുള്ള ധാരണ നിങ്ങൾക്ക് വിട്ടുപോകും എന്നുള്ളവർക്ക് ഒരു അലാറവും സെറ്റ് ചെയ്യാവുന്നതാണ്.
ഇത്രയും സിമ്പിൾ ആണ് ഈ ഒരു മെഡിറ്റേഷൻ. തീർച്ചയായിട്ടും ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന അനാവശ്യ തോട്ടുകളെയൊക്കെ മാറ്റി നമ്മുടെ ഒബ്ജക്റ്റ് ഏതാണോ അതിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് റിലീജിയസ് ആയിട്ടും സ്പിരിച്വൽ ആയിട്ടും ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുമായിട്ട് ബന്ധപ്പെടുത്തി ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് തിങ്കിങ്ങും ഓവർ തിങ്കിങ്ങും നമ്മുടെ മനസ്സിനെ അലട്ടുന്ന അനോയിങ് ആയിട്ടുള്ള തോട്ട്സും ഒക്കെ മാറ്റി നമുക്ക് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനായിട്ട്, മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട് ഈ മെഡിറ്റേഷൻ മെത്തേഡ് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. മോസ്റ്റ് ഓഫ് ദ മെഡിറ്റേഷനും സയന്റിഫിക്കലി പ്രൂവൺ ആണ് എന്നുള്ള കാര്യവും കൂടി മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുകയാണ്. പരീക്ഷിക്കുക, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. നമസ്തേ.